പക്ഷേ കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറിവുകളൊന്നുമില്ല പ്രകാശ്. നമ്മൾ രണ്ടുപേരെയും അച്ഛൻ അംഗീകരിക്കുക തന്നെ ചെയ്യും. നീ എന്തായാലും ഇങ്ങോട്ട് വാ, ഞാനെല്ലാം പറഞ്ഞ് ശരിയായിക്കോളാം. അമ്മയെ കൊണ്ടും പറയിപ്പിക്കാം. കൊന്നാ പാവം തിന്നാ തീരുന്നാ പറയുന്നേ. തന്നെ എന്തായാലും അവൻ കൊന്നു തിന്നുന്നുള്ള കാര്യം ഉറപ്പാ. അപ്പോ പിന്നെ ആ കർമ്മം താൻ തന്നെ അങ്ങ് ചെയ്. ചെല്ല്. സോമശേഖര, എട്ടടി മൂർഖനെന്ന് പറയുന്ന ഒരു പാമ്പുണ്ട്. മുടിഞ്ഞ വിഷവും മുടിഞ്ഞ ഓർമ്മയുമാ. നമ്മൾ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയാ വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും തിരിച്ചു പണി തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുറപ്പാ. പണി തന്ന ആ നിമിഷം സ്പോട്ടില് തീരും. അത്രയ്ക്ക് കൊടും വിഷവാ അവന്റെ നാവിൻ തുമ്പില്. അതുപോലൊരു വിഷസഞ്ചിയും കൊണ്ടാ ഞാനിപ്പോ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പുറത്തെവിടെയെങ്കിലും വെച്ച് ഒത്ത് കിട്ടിയ ഞാൻ ഈ വിഷം തുപ്പും നിന്റെ അണ്ണാക്കിനകത്തേക്ക്. 8 അടി വെക്കുന്നതിന് മുമ്പ് നീ എവിടെ ഒടുങ്ങി തീരുകയും ചെയ്യും. പോലീസ് സ്റ്റേഷനകത്ത് നിന്ന് പോലീസുകാരെ വിളിക്കുന്നു. ഞാൻ വിളിക്കും. കാരണം ഞാനിപ്പോ നിരപരാധിയും നീ ഇപ്പൊ കുറ്റം ചെയ്തവനുമാ. നിന്നെ ശിക്ഷിക്കാനുള്ള വകുപ്പ് ചിലപ്പോ ഇവിടെ കാണില്ല, പക്ഷേ എന്റെ കയ്യിൽ അതുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണേണ്ടി വരും. ഇപ്പൊ തന്നെ കാണാടാ, പിന്നത്തേക്കാക്കുന്ന എന്തിനാ? മതി, നിർത്ത്. താൻ വാങ്ങിച്ചു കൂട്ടാൻ തന്നെ നടക്കുവാണോടോ? അല്ല സാറേ, ഇവൻ ഈ ഷോ മുഴുവൻ കാണിക്കുന്നത് നമ്മുടെ സ്റ്റേഷനകത്ത് നിന്നാ. അപ്പൊ താൻ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ എന്താ? പഴയ പോലീസുകാരന്റെ ബാഗും തൂക്കി ആ മനസ്സോടെ പുതിയ ആശാൻ കളരിയിലേക്ക് കടക്കരുത്. പൊതുജനവേ എടുത്തങ്ങ് ഉടുക്കും. റസാക്കെ, നിനക്കറിയാം എൻ്റെ മനസ്സ്, എൻ്റെ ചങ്കൂറ്റത്തിൻ്റെ ആഴവും. കീഴുദ്യോഗസ്ഥനല്ലേ, പറഞ്ഞു കൊടുത്തേക്ക്. ഇനിയുള്ള രാത്രികളിൽ ഇവന്റെ നിഴലിനൊപ്പം ഈ ശിവന്റെ നിഴല് കൂടി ഉണ്ടാവുമെന്ന്. ചവിട്ടേറ്റതല്ലേ, കൊത്താതെ പോകാൻ പറ്റില്ലല്ലോ. ഇനി ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. റിലീസിംഗ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് പോവാം മാഡം. ഒപ്പിടിക്ക്. സർ, വരൂ. താൻ സൂക്ഷിച്ചോ, നല്ല മുറ്റിയ അനവാ.
പ്രകാശ്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാൻ അച്ഛൻ്റെ അടുത്താ, എന്റെ സ്വന്തം വീട്ടില്. നീ ഇങ്ങോട്ട് വാ. ഏയ്, ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. ഒരിക്കൽ ആ വീട്ടിൽ നിന്ന് അപമാനിക്കപ്പെട്ട് ഇറങ്ങി പോകുന്നതിന്റെ വേദന എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ വേദന അറിയാവുന്നത് കൊണ്ട് തന്നെയാ നിന്നോട് ഇവിടെ വരണോന്ന് പറഞ്ഞത്. എടാ, നീ ഇപ്പൊ എന്റെ ഭർത്താവാ. എന്നെ എന്റെ വീട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞതുപോലെ നിന്നെയും അംഗീകരിക്കണം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ ഇവിടെ വരണോന്ന്. ചന്ദ്ര, നീ ഇതിൽ വാശി പിടിക്കരുത്. നിന്നെ നിന്റെ അച്ഛൻ അംഗീകരിച്ചത് നീ അങ്ങേരുടെ മോളായതുകൊണ്ടാ. അതുപോലെ എന്നെ അംഗീകരിക്കണമെന്നില്ല. നിന്റെ അച്ഛന്റെ മുന്നിൽ ഞാൻ എന്നും ഒന്നുമില്ലാത്തവനാ. ആയിരിക്കാം, പക്ഷേ കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറിവുകളൊന്നുമില്ല പ്രകാശ്. നമ്മൾ രണ്ടുപേരെയും അച്ഛൻ അംഗീകരിക്കുക തന്നെ ചെയ്യും. നീ എന്തായാലും ഇങ്ങോട്ട് വാ, ഞാനെല്ലാം പറഞ്ഞ് ശരിയായിക്കോളാം. അമ്മയെ കൊണ്ടും പറയിപ്പിക്കാം. ചന്ദ്രേ, ദാ അച്ഛൻ വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. നീ കഴിയെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വാ. അതെ മഹേട്ടാ, 2 ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? ഞാൻ ചെയ്യേണ്ട ജോലികൾ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ചെയ്യുക? ഒപ്പിടാനൊക്കെ ആണെങ്കിൽ ഫയലുകളൊക്കെ ഇങ്ങോട്ട് വരുത്തിയാ മതിയല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യാൻ പോയാലേ നമ്മുടെ തൊഴിലാളികൾ കുഴി മടിയന്മാരായി പോവും. ജോലിയൊന്നും നടക്കില്ലെന്നേ. തൊഴിലാളികൾ ജോലി ചെയ്യാതായ അത് സ്ഥാപനത്തിന്റെ വിറ്റുവരവിനെ ബാധിക്കും. അങ്ങനെ ബിസിനസ് തകർച്ചയെ മറികടക്കേണ്ടതായിട്ട് വരും. എന്റെ അലസത കൊണ്ട് നന്നായിട്ട് നടന്നു പോകുന്ന ഒരു ബിസിനസിനെ ഇല്ലാതാക്കണോ? മഹേട്ടനോട് പറഞ്ഞു ജയിക്കാൻ ഞാൻ ആളല്ല. എന്ത് വേണമെങ്കിലും ആവാം. എവിടെയാണെങ്കിലും സ്വന്തം ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർത്താ മതി. അച്ഛൻ വിളിച്ചായിരുന്നോ? മോളെ, എനിക്ക് നിന്നോടായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ഞാൻ നിക്കണ്ടെന്നാണോ പറയുന്നത്? നീയും കേക്കണം. എനിക്ക് നീ കണ്ടെത്തിയ പ്രകാശിന് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അച്ഛാ, അതേ മോളെ, സത്യമാണ് അച്ഛൻ പറയുന്നത്.